ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡിയാക്കി നോക്കാം കേട്ടോ. റവ വട. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കാം എന്നൊന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് ഇഞ്ചിയാണ്. അതൊന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ട് അതൊന്ന് തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ആ റവ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ റവയിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് റവയൊക്കെ ഒന്ന് കുക്കായിട്ട് വരുന്നത് വരെ ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതിൽ ആ വെള്ളമൊക്കെ വറ്റിയിട്ട് റവയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്നുകിൽ തവ വെച്ചിട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ കൈ വെച്ചിട്ടോ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഒരുവിധം ഇതിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ നടുക്കൊരു ഹോൾസ് ഇട്ട് കൊടുക്കുക. നമ്മൾ ആ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കണം ആ ഒരു രീതിക്ക് തന്നെ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാൻ ഇതുപോലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിൽ നിന്ന് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വടയിൽ എണ്ണ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മളിത് ഫ്ലെയിം കൂട്ടി വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുമൊന്നുമില്ല. ഇത് സാവധാനം ഇത് റെഡിയായി കിട്ടുള്ളൂ. പെട്ടെന്ന് ഇത് അങ്ങോട്ട് കരിഞ്ഞു പോകണമൊന്നുമില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ ഒരു നിറം ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ആ വടയൊക്കെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അതിൻ്റെ നിറമൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമ്മൾ ഒരുപാട് ടൈം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് അത്യാവശ്യം ടൈം വെച്ചിട്ടാണ് ഈ ഒരു നിറമായിട്ടുള്ളത്. നമ്മൾ ഒരുപാട് ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡി ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം. അതിൻ്റെ ആ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ നമ്മളൊരു 1.5 കപ്പ് റവയൊക്കെ എടുത്താൽ നമുക്ക് ഒരുപാട് സ്നാക്സ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഇതിൻ്റെ കൂടെ നല്ല ചമ്മന്തിയോ അല്ലെങ്കിൽ ചട്നിയോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും.